ഒരു കുട്ടീനെ സംബന്ധിച്ചിടത്തോളം ഭൂമിയിൽ വെച്ച് കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് ഫുഡാണ് ബ്രസ്റ്റ് മിൽക്ക് എന്ന് പറയുന്നത്. അത് നമുക്ക് എത്രത്തോളം കൊടുക്കാൻ പറ്റുമോ അത്രത്തോളം നല്ലതാണ്. ഹായ് ഗൈസ്, അപ്പൊ എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ ഞാൻ എന്റെ ബ്രസ്റ്റ് ഫീഡിങ് എങ്ങനെയാണ് നിർത്തിയതെന്നാണ്. ഞാൻ എന്റെ പൊന്നൂസിന് ഇപ്പൊ പാല് കൂടി എടുത്തതായിട്ട് 1 മാസത്തോളം ആവാറായി. അപ്പൊ കുറച്ചു പേർക്കെങ്കിലും അത് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ബ്രസ്റ്റ് ഫീഡിങ് നിർത്താൻ ആഗ്രഹിക്കുന്നവർ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒറ്റയടിക്ക് നിർത്താൻ ശ്രമിക്കാതിരിക്കുക. അതുപോലെ തന്നെ വീട്ടിലുള്ളവരും മറ്റുള്ളവരും പറഞ്ഞു എന്ന് പറഞ്ഞ പേരിൽ ബ്രസ്റ്റ് ഫീഡിങ് നിർത്താതിരിക്കുക. നമുക്ക് എപ്പോഴാണോ തോന്നുന്നത് അപ്പൊ നമ്മൾ ബ്രസ്റ്റ് ഫീഡിങ് നിർത്തുക. അതുപോലെ തന്നെ കുട്ടിയും അമ്മയും നല്ല ഹെൽത്തി ആയിട്ട് ഇരുന്നതിന് ശേഷം മാത്രമേ നമ്മൾ ഈ ബ്രസ്റ്റ് ഫീഡിങ് നിർത്തുന്ന ഒരു പ്രോസസ്സിലോട്ട് പോകാവൂ. നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്തതിന് ശേഷം മാത്രമേ ബ്രസ്റ്റ് ഫീഡിങ് നിർത്താൻ ശ്രമിക്കാവൂ. അതിനായിട്ട് ആദ്യം ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ 2.5 വയസ്സ് തൊട്ടാണ് ഞാൻ ഇത് ചെയ്തു തുടങ്ങിയത്. ഒരു 2 വയസ്സ് 2.5 വയസ്സൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ ആ മോർണിംഗിൽ ഫീഡ് ചെയ്യുന്നത് ഞാൻ നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആദ്യം ചെയ്യേണ്ട ഒരു പ്രോസസ്സ് മോർണിംഗിൽ ഫീഡ് ചെയ്യുന്നത് നിർത്തുക എന്നുള്ളതാണ്. അതിനായിട്ട് നമുക്ക് മോർണിംഗിൽ അവർക്ക് വെള്ളം, അതുപോലെ തന്നെ പശുവും പാല് കാച്ചിയത്, അതുപോലെ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അങ്ങനെ ഐറ്റംസ് ഒക്കെ നമുക്ക് കൊടുക്കാം. കൊടുത്തിട്ട് അവരെ ശ്രദ്ധ തിരിക്കണം. നമ്മൾ ഈ മോർണിംഗിൽ ഫീഡ് ചെയ്യുന്ന സമയത്ത് അവര് അത് ഓർക്കാതിരിക്കാൻ വേണ്ടി അവരുടെ മൈൻഡ് നമ്മൾ ഡൈവേർട്ട് ചെയ്ത് വിടണം. പല പല കളി, ഗെയിംസ് അങ്ങനെ വല്ലതും കളിപ്പിക്കുക, അവരുടെ കൂടെ ഇരുന്ന് കളിക്കുക, കളിപ്പാട്ടങ്ങളൊക്കെ കൊടുത്ത് അതിലോട്ട് നമ്മൾ എൻഗേജ് ചെയ്ത് ഇരുത്തിപ്പിക്കുക എന്നുള്ളതാണ് നമ്മളെ ഫസ്റ്റ് ടാസ്ക്. മോർണിംഗിലുള്ള നമ്മളെ ബ്രസ്റ്റ് ഫീഡിങ് നിർത്തിയെടുക്കാൻ പറ്റും പതുക്കെ പതുക്കെ. അപ്പൊ അതാണ് ആദ്യം ചെയ്യാനുള്ളത്. പല പല ഫുഡുകളൊക്കെ കൊടുത്ത് അവരുടെ ശ്രദ്ധ തിരിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് നമ്മൾ അവർക്ക് ബേക്കറി ഐറ്റംസ് ഒന്നും കൊടുക്കാൻ പാടില്ല. ഈ കേക്ക്, ബിസ്ക്കറ്റ് ഒന്നും ഒട്ടും കൊടുക്കാൻ പാടില്ല. അതൊന്നും ഒരിക്കലും കൊടുക്കരുത്. അതേപോലെ തന്നെ ഷുഗർ ആഡ് ചെയ്തിട്ടുള്ള പാക്കറ്റ് ഫുഡുകളൊന്നും, ബേക്കറി ഐറ്റംസ് ഒന്നും കൊടുക്കരുത്. അത് കൊടുത്ത് ശ്രദ്ധ തിരിക്കാൻ നോക്കരുത്. വെജിറ്റബിൾസോ ഫ്രൂട്ട്സോ ഒക്കെ വേണം കൊടുത്ത് നമുക്ക് അതിൽ നിന്ന് അവരുടെ ആ മൈൻഡ് ഒന്ന് ഡൈവേർട്ട് ചെയ്ത് മാറ്റേണ്ടത് അങ്ങനെയാണ്. അങ്ങനെ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ടുള്ള മോർണിംഗിലുള്ള ബ്രസ്റ്റ് ഫീഡിങ് ഫുൾ നിർത്തുക. അതിനുശേഷം നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പായിട്ട് ചെയ്യേണ്ടത് ഉറങ്ങാൻ നേരത്ത് മാത്രം നമ്മൾ ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുക. ആ സമയത്ത് നമ്മൾ മുൻകൂട്ടി കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. ഞാൻ എൻ്റെ മോനെ അതുപോലെയായിരുന്നു, മുൻകൂട്ടി പറയുമായിരുന്നു, പൊന്നു ഇനി കുറച്ച് നാളും കൂടി അമ്മയ്ക്ക് ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ, അമ്മ അത് കഴിഞ്ഞാൽ നിർത്തും, വലിയ കൊച്ചായി. നമ്മൾ പറയുന്നതൊക്കെ അവർക്ക് നന്നായിട്ട് മനസ്സിലാവും. നമ്മളെക്കാട്ടിയും ബുദ്ധിയുള്ള കുട്ടികളാണ് ഇപ്പോൾ ഉള്ളത്. അപ്പൊ അവർക്ക് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അല്ലാതെ ഞാൻ കറ്റാർ വാഴയോ അതുപോലെ ബീട്രൂട്ട് ജ്യൂസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തേച്ച് വെച്ച് കാണിച്ച് അങ്ങനെയൊന്നും ഞാൻ അവന്റെ ഇത് ബ്രസ്റ്റ് ഫീഡിങ് അങ്ങനെയൊന്നും ഞാൻ ഒഴിവാക്കാൻ നോക്കിയിട്ടില്ല. അവനെ പറഞ്ഞ് മനസ്സിലാക്കി എടുത്താണ് ഞാൻ ബ്രസ്റ്റ് ഫീഡിങ് ഒഴിവാക്കിയിട്ടുള്ളത്. അപ്പൊ ആ ടിപ്പുകളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ ഫുൾ വീഡിയോ നിങ്ങൾ കാണുക. നമ്മൾ അവരോട് ബ്രസ്റ്റ് ഫീഡിങ് നിർത്തുവാണെന്ന് പറയുമ്പോൾ അവരിങ്ങോട്ട് സ്വാഭാവികമായി ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും. എന്തുകൊണ്ടാണ് എന്തമ്മ അങ്ങനെ പറയുന്നത് എന്നൊക്കെ ചോദിക്കും. എന്റെ മോനും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, പൊന്നു ഇത്രയും നാളായാലും 3 വയസ്സായിട്ട് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അമ്മയുടെ ഇനി ഇല്ല, തീരാറായി, ഇനി കുറച്ച് ദിവസം കൂടെ കാണൂ, അത് കഴിയുമ്പോ തീരും എന്ന് പറഞ്ഞ് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക. നമ്മൾ ബ്രസ്റ്റ് ഫീഡിങ് നിർത്താൻ ഉദ്ദേശിക്കുന്നത് ഒരു 3 വയസ്സിന് ശേഷം നിർത്തുന്നതായിരിക്കും നല്ലത്. അത് എന്റെ പേഴ്സണൽ ഒരു ഒപ്പീനിയൻ ആണ്. അപ്പം അതുകൊണ്ട് എനിക്കുണ്ടായ ഗുണമെന്ന് വെച്ചാൽ എനിക്ക് പെയിൻ ഒന്നും ഇല്ലായിരുന്നു. ഡോക്ടറിനെ കാണേണ്ട അവസ്ഥ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം നമ്മൾ ഈ 3 വയസ്സ് വരെ കൊടുക്കുകയല്ലേ, അപ്പൊ ഓട്ടോമാറ്റിക്കലി മിൽക്ക് പ്രൊഡക്ഷൻ ഒക്കെ നിൽക്കും. ബ്രസ്റ്റ് ഫീഡിങ് നിർത്താനും സഹായമായിരിക്കും അത്. അപ്പം നമുക്ക് കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കാനും പറ്റും. ഒരു കുട്ടീനെ സംബന്ധിച്ചിടത്തോളം ഭൂമിയിൽ വെച്ച് കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് ഫുഡാണ് ബ്രസ്റ്റ് മിൽക്ക് എന്ന് പറയുന്നത്. അത് നമുക്ക് എത്രത്തോളം കൊടുക്കാൻ പറ്റുമോ അത്രത്തോളം നല്ലതാണ്. ഇനി നമ്മൾ പൂർണ്ണമായിട്ട് ബ്രസ്റ്റ് ഫീഡിങ് നിർത്തുന്ന സമയമാകുമ്പോഴത്തേക്ക് നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്യുക. എന്നിട്ട് പറയാം, ഇനി 2 ആഴ്ച കൂടിയേ അമ്മ ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുള്ളൂ എന്റെ പൊന്നുവിന്. അപ്പൊ നമുക്ക് ഇനി അത് അത്ര നാളെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഉള്ളത് മൊത്തം എന്റെ മോൻ കുടിച്ചോ എന്ന് പറയണം. ഞാൻ ചെയ്ത ഒരു ടിപ്പാണ് കേട്ടോ. നമ്മൾ ഫീഡ് ചെയ്യുന്നതിനോടൊപ്പം പാട്ട്, മൊബൈലില് താരാട്ട് പാട്ടുകളുണ്ടല്ലോ, അത് ഒരു സൈഡിൽ വെച്ചതിന് ശേഷം ഇവരെ ഫീഡ് ചെയ്ത് ഉറക്കുക. ഇങ്ങനെ ഒരാഴ്ച ചെയ്തതിന് ശേഷം വീണ്ടും പറയുക. ഇത് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പൊ ഇനി നമുക്ക് ഇല്ല, ഇനി 2 ആഴ്ച കഴിഞ്ഞാൽ ഞാൻ ഫീഡ് ചെയ്യുന്നത് നിർത്തും, അമ്മയുടെ ഇല്ല, തീർന്നു എന്ന് പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്തണം. അവരെ മനസ്സിൽ നമ്മൾ അത് ഉൾക്കൊള്ളാനുള്ള ഒരു സമയം നമ്മൾ കൊടുക്കണം അവർക്ക്. എന്നിട്ട് വേണം നമ്മളത് നിർത്താൻ. നമ്മളൊരു ദിവസം തീരുമാനിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ, ഇന്ന് നമ്മൾ നിർത്തുകയാണ്, ഇന്ന് തൊട്ട് കൊടുക്കുന്നില്ല എന്ന് തീരുമാനിക്കുന്നതിന്റെ തലേ ദിവസം രാത്രി കൊടുത്തിട്ട് പറയുക, നാളെ ഇനി അമ്മ തരില്ല, നാളെ അമ്മ ബ്രസ്റ്റ് ഫീഡ് ചെയ്യില്ല, പൊന്നിന് നാളെ തരില്ല, ഇന്ന് കൊണ്ട് തീരും, അപ്പൊ പൊന്നു അത് അത്ര നാള് കുടിച്ചോ എന്ന് പറഞ്ഞാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അടുത്ത ദിവസം ആകുമ്പോഴത്തേക്ക് അവർക്ക് വാശിയും ദേഷ്യവും ഒക്കെ കാണിക്കും. അവര് തരാൻ പറയും. അപ്പൊ നമ്മൾ അവരെ ചേർത്ത് പിടിച്ച് അവരെ കൊണ്ട് നടന്ന് ഉറക്കി അവരെ പാട്ട് കേട്ട് ഉറക്കി ശീലിപ്പിക്കണം.
അപ്പൊ കുറച്ച് കരഞ്ഞ് നമ്മൾ അവരെ തലോടിയും ഉമ്മ കൊടുത്തും കെട്ടിപ്പിടിച്ചും ഒക്കെ സമാധാനിപ്പിച്ച് ഉറക്കാൻ ശ്രമിക്കുക. ഒരാഴ്ചയോളം അവർക്കത് അക്സെപ്റ്റ് ചെയ്ത് വരാൻ ബുദ്ധിമുട്ടായിരിക്കും. നമ്മളിത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. അതിനിടയ്ക്ക് നമ്മൾ ഈ കരച്ചിലും ബഹളവും ഒക്കെ കണ്ടിട്ട് നമുക്കൊരു ദയവ് തോന്നി കൊടുക്കരുത്. കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ബ്രസ്റ്റ് ഫീഡിങ് നിർത്താൻ അത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഇങ്ങനെ ചെയ്യണം. ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് അവർ തന്നെത്താൻ പിന്നെ പാട്ട് കേട്ട് ഉറങ്ങുന്ന ഒരു ശീലത്തിലോട്ട് വന്നോളൂ. അങ്ങനെ 1-2 ആഴ്ചകൾ കൊണ്ട് തന്നെ നമുക്ക് അവരെ കൂടെ നിന്നിട്ട് നമുക്ക് ഈ ബ്രസ്റ്റ് ഫീഡിങ് നിർത്താൻ കഴിയുന്നതാണ്. വളരെ എളുപ്പത്തിൽ നിർത്താൻ കഴിയുന്നതാണ്. അപ്പൊ ഈ 3 വയസ്സിന് ശേഷം ഞാൻ നിർത്തിയത് തന്നെ എനിക്ക് പെയിനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അവനായിരുന്നാലും വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ നൈറ്റ് അവർക്ക് നല്ല രീതിയിൽ ഫുഡ് കൊടുക്കണം. നല്ല രീതിയിൽ അവർക്ക് വിശപ്പ് അടങ്ങിയെന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തണം. കാരണം വിശപ്പ് അടങ്ങാതിരിക്കുമ്പോഴാണ് അവർ വീണ്ടും ഫീഡ് ചെയ്യാനായിട്ട് നമ്മൾ നിർബന്ധിക്കുന്നത്. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് അവർക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവരുത്. ഈ കൊതുക് അങ്ങനെയുള്ളതൊക്കെ കടിക്കുകയും ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് അവർ ഉണർന്നു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് എന്തായാലും ഫീഡ് ചെയ്യാൻ ചോദിക്കും. ആ സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കിയാൽ നമുക്ക് 1-2 ആഴ്ച കൊണ്ട് തന്നെ നമ്മുടെ ബ്രസ്റ്റ് ഫീഡിങ് നിർത്താൻ സഹായിക്കും. ഞാൻ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങളിലോ ഞാൻ പറഞ്ഞ ടിപ്പിലോ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. കമന്റ് ചെയ്ത് ചോദിച്ചാൽ മതി. ഞാൻ അതിനെ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.